പാഠം 1 കൃഷി. സാറേ, ഇപ്പം നമ്മളെ ഈ കാർഡിൻ്റെ പറഞ്ഞല്ലോ ഈ മാർക്കറ്റിംഗ് രീതി, അപ്പോൾ അത് കർഷകർ എത്രത്തോളം അതിനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, അല്ലെ അത് എത്രത്തോളം അത് സക്സസ് ആയിട്ടുണ്ട്? കൃഷി വിജ്ഞാന കേന്ദ്രം ഇതിപ്പം ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് എടുത്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങളും ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂടി വിപണനം ചെയ്യാനായിട്ടാണ് ഇപ്പം ഇത് ചെയ്തിരിക്കുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഓൺലൈൻ പ്രോഡക്റ്റായിട്ടാണ് ചെയ്യാനായിട്ടാണ് ഇപ്പം ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു സ്റ്റേജ് ആകുന്നുണ്ട്. ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ കർഷകർക്ക് തന്നെ അവർക്ക് അവരുടെ ഉൽപ്പന്നം വിപണിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് നമ്മുടെ ഒരു ലോങ്ങർ പെർസ്പെക്റ്റീവിലാണ് ഇത് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഒരാൾക്ക് ഒരു പ്രൊഡക്ട്സ് വേണം, അവർ സൈറ്റിൽ കയറി അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് പാക്കിങ്, അതിൻ്റെ എങ്ങനെയാണ്, അത് എത്ര ദിവസം കൊണ്ട് അവരിലേക്ക് എത്തിക്കും? ഇന്ത്യക്കുള്ളിൽ മാത്രമാണോ ഇത് ഓർഡർ ചെയ്യാൻ പറ്റും? ഇന്ത്യക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്തിച്ചു കൊടുക്കുമോ? അതിനെക്കുറിച്ച് കൂടെ ഒന്ന്. പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം ആണ് ഇപ്പോൾ ഈ പൈലറ്റായിട്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കതിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തും. ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇത് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ KVKയുടെ സെയിൽസ് ഔട്ട്ലെറ്റ് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 3 ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഔട്ട്ലെറ്റിലെ എന്ത് പ്രോഡക്റ്റാണ് ഓർഡർ വന്നിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ആ ഔട്ട്ലെറ്റിന് ഈ ഉൽപ്പന്നം വിപണനം ചെയ്യാനായിട്ട്, അതിനെ പാക്ക് ചെയ്ത് അത് ഫോർവേഡ് ചെയ്യാൻ, അഡ്രസ്സിലേക്ക് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ നൽകും. നിലവിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ പൈലറ്റ് പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സോൺ 11 ആണ്. അപ്പോൾ കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്ന ഒരു പരിമിതി നമ്മളിപ്പോൾ വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യ ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാഡം, നമുക്കിന്ന് കേരളത്തിൻ്റെ ഒരവസ്ഥ അറിയാമല്ലോ. ഈ യുവാക്കൾ അവർ ജോലിയില്ലാതെ അലയുന്നു. അവർ വ്യത്യസ്ത മേഖലകളിലൊക്കെ അവർ ജീവിതം അവരുടെ വളരെ വഴിമുട്ടി നിൽക്കുന്ന, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ഈ യൂത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? 2015 ഭാരതീയ കാർഷിക ഗവേഷണ കേന്ദ്രം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിരുന്നു, ആര്യ എന്നൊരു പദ്ധതി, അട്രാക്ടിങ് ആൻഡ് റീറ്റെയിനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ കേരളത്തിൽ നമുക്ക് പത്തനംതിട്ട ജില്ലയ്ക്ക് 2019 ഈ പ്രൊജക്ട് കിട്ടിയത്. കേരളത്തിൽ പത്തനംതിട്ട കൂടാതെ കണ്ണൂർ ജില്ലയും മലപ്പുറം ജില്ലയിലാണ് ഈ പ്രൊജക്ട് നടപ്പിലാക്കി വരുന്നത്. ഇപ്പോൾ ഏകദേശം 5 വർഷം, നമ്മൾ 5ാം വർഷത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഒരു 764 എക്സാക്ട് പറയുകയാണെങ്കിൽ ഇത്രയും യൂത്ത് അവർക്ക് ട്രെയിനിങ് നൽകാൻ പറ്റി. അതൊരു 4 മേഖലയാണ് KVK പത്തനംതിട്ട ഡീൽ ചെയ്യുന്നത്. ഒന്ന് തേനീച്ച വളർത്തൽ, പിന്നെ കോഴി വളർത്തൽ, നഴ്സറി പരിപാലനം, അതുപോലെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ. ഈ 4 മേഖലയാണ് KVKക്ക് പത്തനംതിട്ടയ്ക്ക് സാങ്ഷൻ ആയിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഏകദേശം 90 സംരംഭകരെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചിലരൊക്കെ 20-21 വയസ്സിലെ യുവാക്കൾ തന്നെ നല്ല രീതിയിൽ അവരൊരു എന്റർപ്രൈസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിലാണ്? കാര്യം പത്തനംതിട്ട വളരെ സജീവമായിട്ട് KVK ഇടപെടുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെ അത് ഇടപെട്ടിട്ടുള്ള അതിന്റെ റിസൾട്ട് കൂടി ഒന്ന്. അവർക്ക് മെയിൻ ആയിട്ട് അവരെ ക്രൈറ്റീരിയ യുവാക്കൾ അല്ലെങ്കിൽ നമ്മൾ യൂത്ത് 35 വയസ്സിൽ താഴെയുള്ളവർ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നമ്മളെ കേരളത്തിലെ എസ്പെഷ്യലി നമ്മളെ ജില്ലയിൽ എല്ലാവരും ഇപ്പോൾ പുറത്തോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പൊ നമുക്ക് 35 വയസ്സ് താഴെയുള്ള പിള്ളേരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം കഴിഞ്ഞ 4 വർഷം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 764 യുവാക്കളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി. അതിലൂടെ തന്നെ നമുക്ക് 90 സംരംഭകരെ സൃഷ്ടിക്കാൻ പറ്റി. ഇപ്പോൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 45 വയസ്സിലേക്ക് അവർക്ക് ഈ ഒരു പദ്ധതി ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂത്തിന്റെ ഡെഫിനേഷൻ 35 വയസ്സിന് മാറ്റിയിട്ട് 45 ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചു പേരെയും കൂടെ ഇതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ
ഇപ്പം അതിൽ 90 പേരോളം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അവരെങ്ങനെയാണ് അവർ സ്ഥിരമായിട്ട് സജീവമായിട്ടുണ്ടോ ഈ മേഖലയിൽ? ഉണ്ട്. അതിലൊരു നമുക്കൊരു 70% ആൾക്കാർ നമുക്ക് സജീവമായി ഉണ്ടെന്ന് തന്നെ പറയാം. എസ്പെഷ്യലി തേനീച്ച വളർത്തൽ ഈ ഒരു മേഖലയൊക്കെ തുടങ്ങിയ ആൾക്കാർ നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചില എന്റർപ്രൈസ് ഇപ്പം ഞാൻ പറഞ്ഞ 2019 KVK പത്തനംതിട്ടയ്ക്ക് കിട്ടിയത്. അതിടയ്ക്ക് നമുക്ക് ഇവർക്കും അറിയാം, ഒരു കോവിഡ് കാലഘട്ടമായിരുന്നു. ആ സമയം കുറച്ച് യുവാക്കൾ പുറത്തുനിന്ന് തിരിച്ചു വന്നവർ കാർഷിക മേഖലയിൽ വന്നിരുന്നു. അതിനുശേഷം കുറച്ചു പേര് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത ശേഷം അവരെ പാരന്റ്സിനെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്ന അത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ മിക്കവരും ഞാൻ പറഞ്ഞ 70% ആൾക്കാർ ഇപ്പോഴും നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരെ ഉൽപ്പന്നങ്ങൾ KVKന്റെ എന്റർപ്രണർ സപ്പോർട്ട് സെന്ററിലൂടെ നമ്മൾ മാർക്കറ്റും ചെയ്യുന്നുണ്ട്. അല്ല, അവർക്ക് എങ്ങനെയാണ്, അവർക്ക് ഇനി ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്തെങ്കിലും? കാരണം ഇപ്പോൾ ഈ കോവിഡിന് ശേഷം അറിയാലോ, വലിയൊരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ആൾക്കാർ കേരളത്തിലേക്ക് എത്തുകയും ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങി മാഡം സൂചിപ്പിച്ചു. ശരിയാണ്, ഒരുപാട് പേര് കാർഷിക മേഖലയിലേക്ക് ചെറിയ ബിസിനസ്സുകാർ. അപ്പം കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്നവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ്? ഇപ്പം സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു KVK കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള എന്തെല്ലാം സപ്പോർട്ടുകളാണ് ഈ കർഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് KVK കൊടുക്കാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ച് കൂടെ ഒന്ന്. ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ആര്യ എന്നൊരു പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് ടെക്നിക്കൽ സപ്പോർട്ട് കൂടാതെ ചെറിയ രീതിയിൽ ഒരു ഹാൻഡ് ഹോൾഡിങ്ങും നമുക്ക് ഈ ഒരു സെലക്ട് ചെയ്ത എന്റർപ്രനേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇപ്പൊ ലാർജ് സ്കെയിൽ ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരെ നമുക്ക് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മറ്റ് ഫിനാൻഷ്യൽ ഏജൻസിയിലൂടെ കളക്ട് ചെയ്ത്, നമുക്കറിയാം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ ആവാം അല്ലെങ്കിൽ ബാങ്കുകളാവാം, അവരെ അതിൽ കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ലോൺ എടുക്കാനുള്ള എല്ലാ സപ്പോർട്ടും KVK കൊടുക്കാറുണ്ട്. വ്യവസായ ഡിപ്പാർട്ട്മെന്റ് കേരള ഗവൺമെന്റിനും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ് ഉണ്ടല്ലോ, അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ എസ്പെഷ്യലി ഒരു ക്ലാസ് നമ്മൾ ഇൻവേരിയബിളി ആയിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി അവര് ഇൻസ്ട്രക്ടേഴ്സ് വന്നിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. ഏത് രീതിയിൽ അവർക്ക് അവരെ പ്രൊജക്ട് തയ്യാറാക്കണം, ഏതൊക്കെ മേഖലയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അപ്പൊ ആ രീതിയിലും അവരെ എംപവർ അവർക്കും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പേ പറഞ്ഞ നല്ലൊരു മേഖലയായിരിക്കും എന്തായാലും ഹെൽപ്പ് ശരിക്കും കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്നും ലഭിക്കും. അതെ 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 സാർ, ഇപ്പം മാഡം സൂചിപ്പിച്ചല്ലോ യൂത്തിനെ വേക്കപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന്റെ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്ന് എന്ത് സപ്പോർട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ഇതിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നത്? ഇപ്പം മാഡം ഇവിടെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു 90 സംരംഭങ്ങൾ വിവിധ മേഖലകളിലെ ഉള്ള യുവാക്കൾ ഈ ആര്യ പദ്ധതിയിലൂടെ ഇവിടെ നമ്മുടെ ജില്ലയിൽ തുടങ്ങുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ ആര്യ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെ സംബന്ധിച്ച് ഉള്ളതാണ്. ഇതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റർപ്രണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ ESC എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം തന്നെ എൻ്റർപ്രണേഴ്സിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആര്യ പദ്ധതിയിൽ കൂടിയൊക്കെ എൻ്റർപ്രൈസസ് സ്ഥാപിച്ചിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അവർക്ക് വിപണനം ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പല യൂണിറ്റുകളിലെ ഉൽപ്പന്നങ്ങൾ ഈ എൻ്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്ററുകളിലൂടെ ഇപ്പോൾ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഉൽപ്പന്നത്തെ സംബന്ധിച്ചിടത്തോളം KVKയിൽ അറിയാമല്ലോ സാർ, അറിയാവുന്നതുപോലെ തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് ധാരാളം ആളുകൾ കടന്നു വന്ന് ഈ നമ്മുടെ വിപണന കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ എൻ്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്ററിലുള്ള ഉൽപ്പന്നങ്ങൾ പരിചിതപ്പെടുകയും പിന്നീട് നേരിട്ട് അവരുമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമായിട്ട് ഒക്കെയും സാധ്യമായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പടി എന്ന നിലയിൽ നമ്മുടെ കിസാൻ കാർട്ട് ഓൺലൈൻ എന്നുള്ള മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ എൻ്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്ററിലുള്ള നമ്മുടെ എൻ്റർപ്രണേഴ്സ് കൂടെ കടന്നു വരുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. അപ്പം മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ വിവിധ മേഖലയിലുണ്ടോ, അപ്പോൾ അതുമായിട്ട് എങ്ങനെയാണ് KVKയുടെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ വിഭാഗത്തിൻ്റെ ഒരു ഇടപെടലുള്ള? നമുക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ എല്ലാവരുടെയും വിരൽത്തുമ്പിലുള്ള ഒരു ആപ്പാണ് വാട്സാപ്പ് എന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ ഓൺലൈൻ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പത്തനംതിട്ട കാർഷിക വിപണി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മുടെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കർഷകർ അവരുടെ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. അപ്പോൾ അവർക്ക്
അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ ഗ്രൂപ്പിൽ അവർ പോസ്റ്റ് ചെയ്യുകയും അതിൻ്റെ വില വിവരങ്ങൾ നൽകുകയും അതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനായിട്ട് വലിയൊരളവിൽ ഈ പത്തനംതിട്ട കാർഷിക വിപണി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ മേഖലയിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. അത് ഞാൻ മാർക്കറ്റിംഗ് മേഖല സംബന്ധിച്ച് ആ ഒരു പത്തനംതിട്ട കാർഷിക വിപണി എന്നതിനെ പറ്റി പറയും. ഇതല്ലാതെ കർഷകരെല്ലാവരും നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയും പ്രശ്നവുമാണ് നമ്മുടെ അവർ കൃഷി ചെയ്യുന്ന വിളകൾക്കുണ്ടാകുന്ന രോഗ കീട പ്രശ്നങ്ങളൊക്കെ. അന്നേരം തന്നെ ഉടൻ തന്നെ ഉള്ള ഒരു ഇടപെടൽ ലഭ്യമായില്ല എങ്കിൽ ഈ ഒരു അവരുടെ കൃഷി മൊത്തമേ തന്നെ നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ കേരളത്തിലെ കാർഷിക മേഖലയിലുള്ള പ്രഗത്ഭരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഗ്രി അഡ്വൈസർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പത്തനംതിട്ട KVKയുടെ നേതൃത്വത്തിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജില്ലയിൽ തന്നെയല്ല, മറ്റ് ജില്ലകളിലുള്ളവരും ഈ ഒരു ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫീൽഡിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കിപ്പം ആ പ്രശ്നം എന്താണെന്ന് പെട്ടെന്ന് പരിഹരിക്കാൻ നമുക്കത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ കൃഷി ഓഫീസർമാരും മറ്റുള്ളവരുമൊക്കെ ആ പിക്ചറോ വല്ലതും എടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഈ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അഗ്രി അഡ്വൈസർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അവർ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. അവരതിനുള്ള ഒരു മറുപടി എത്രയും പെട്ടെന്ന് എത്തിക്കും. അത് കർഷകർക്ക് സമയബന്ധിതമായി നൽകാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനും അങ്ങനെ ശ്രമിക്കുന്നു. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ 8 ബ്ലോക്കുകളാണ് ഉള്ളത്. ഈ 8 ബ്ലോക്കുകൾക്ക് വേണ്ടിയും പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ പത്തനംതിട്ട KVK ഒരുക്കിയിട്ടുണ്ട്. KVKയിലെ SMSമാർ, സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റുമാർ ഓരോ ബ്ലോക്കിൻ്റെയും നോഡൽ ഓഫീസർമാരായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ നോഡൽ ഓഫീസർമാരുടെയും പ്രത്യേക മേൽനോട്ടത്തിൽ ചുമതലയിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കർഷകർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ അവർക്ക് രേഖപ്പെടുത്താനായിട്ട് ഉള്ള അവസരമുണ്ട്. കൂടാതെ KVKയിൽ നടക്കുന്ന വിവിധ പരിശീലനങ്ങളെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ കർഷകരിൽ എത്തിക്കാനായിട്ടും ഇത് നമ്മൾ വളരെ വ്യക്തമായ നിലപാടുകളാണ് കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. മാഡം, ഇനി എന്താണ് അടുത്ത പ്ലാൻ? കാര്യം ഇപ്പം വളരെ സ്പീഡി ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികപരമായിട്ടായാലും രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പ്ലാനാണ് ഫ്യൂച്ചറിൽ, എന്താണ് കർഷകർക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ് സാർ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ അടുത്തൊരു അജണ്ട പറയുകയാണെങ്കിൽ പുതിയ തലമുറയിൽ എങ്ങനെ നമ്മൾ ഒരു അടുത്ത നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെ കൃഷിയിൽ ആകർഷിക്കാൻ പറ്റും, അതിനു വേണ്ടിയുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിയേഷൻ ഓഫ് സ്റ്റാർട്ടപ്സ്. അപ്പൊ അതിന് നമുക്ക് KVKക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിലൂടെ നമുക്ക് എങ്ങനെ യുവാക്കളെ ഇതിൽ അട്രാക്ട് ചെയ്തുകൊണ്ട് അവരെ കൃഷിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താലേ നമ്മളെ അഗ്രികൾച്ചർ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ അതായിരിക്കും KVKൻ്റെ ഒരു നെക്സ്റ്റ് അജണ്ടയിൽ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വളരെ വ്യത്യസ്തങ്ങളായ അറിവുകളാണ് നമുക്ക് പകർന്നു നൽകിയത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു.